ഈ പിതാവിൻ്റെ പേര് തങ്കച്ചൻ. കഴിഞ്ഞ ആഴ്ച ഈ ആലയത്തിൽ വരുമ്പോൾ ദൈവാത്മാവ് ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ശരീരത്തിന്മേൽ കർത്താവിൻ്റെ അടിപ്പിണരാനുള്ള സൗഖ്യം നടക്കുന്ന ആഗ്രഹം പറഞ്ഞു. പിതാവ് പറയുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോ ഓടിക്കുന്ന വ്യക്തി ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിന്റെ എഫക്റ്റ് ഇടത്തെ കാലല്ലേ, ഇടത്തെ കാലിന്റെ ഈ ബാക്ക് സൈഡ് ഡിസ്കിന് തനിക്ക് ഇരിക്കാതെ നിൽക്കാതെ ഒന്നും കഴിയുന്നില്ലായിരുന്നു. പിന്നീട് സുഹൃത്തുക്കളുമായിരിക്കുന്ന സമയത്ത് തമാശയ്ക്ക് ഇടത്തെ കയ്യിൽ ഒരു സുഹൃത്ത് കയറി പിടിച്ചു. അത് വാക്കില്ലാതെ തിരിഞ്ഞു. അസഹനീയമായ വേദന ഉണ്ടായിരുന്നു. ഇരിക്കുമ്പോഴാണ് പിതാവ് വരുന്നത്. പക്ഷെ പ്രാർത്ഥിച്ചു. ആ 2 വിഷയത്തിനകത്തും കർത്താവിന്റെ സൗഖ്യം നടന്നു. ഓടി സ്റ്റേജ് കയറാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഓടി സ്റ്റേജ് കയറാൻ കഴിഞ്ഞു. ഈ പിതാവ് പറയുന്നത് കൈ അത്ര പോകുന്നില്ലായിരുന്നു. എത്ര പോകുമായിരുന്നു? എത്ര പോകുന്നതായിരുന്നു? പുറകോട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ നോക്കിക്കും. പിതാവിനെ കൊണ്ട് ഞങ്ങള് ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ആലയത്തിൽ എന്തിനാ ഇത് സാക്ഷ്യം പറപ്പിക്കുന്നതെന്ന് വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ വിചാരം പറയും അതെടുക്കാൻ ആലയത്തിൽ തന്നെ നമ്മൾ ക്ലെയിം ചെയ്യുക. ഈ പിതാവ് പറഞ്ഞ വെയിറ്റ് എടുക്കാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷെ അവിടെ ഇരിക്കുന്ന ബോക്സ് ഞങ്ങളുടെ വിശ്വാസത്തിൽ എടുത്ത് ഉയർത്തിച്ചു. ഇവിടെ ആളെ ഓടിച്ചു നോക്കി. ഇരിക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നു. എല്ലാം പറയും നമ്മൾ ഇതിന് ഇവരൊന്നും കാണിക്കുന്നു. കൈയുടെ ഷോൾഡർ കൂട്ടുകാർ തമ്മിൽ ഇരുന്ന സമയത്ത് ഒരാൾ കൈപിടിച്ച് വലിച്ച സമയത്ത് ഈ കുഴ തിരിഞ്ഞുപോയി. അതിന്റെ പ്രയാസം വെയിറ്റ് എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രാർത്ഥിച്ചു കർത്താവ് പൂർണ്ണ സൗഖ്യമാക്കി. പൊക്കത്തില്ല. ഇവര് പറയുന്നത് കൈ ഒരു പരിധി കൂടുതൽ പൊങ്ങത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം കൈ നല്ലതുപോലെ ഉയർത്താൻ പറ്റുന്നുണ്ട്. ഭാരം അറിയത്തുണ്ട്. എന്താ പറയുന്നത്, ഈ കസേരയിൽ ഇവിടെ വന്നിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. അതുപോലെ വേദനയായിരുന്നു. തന്റെ ഭവനത്തിനകത്തും ഒത്തിരി പ്രയാസപ്പെടാം. 10 വർഷം മുമ്പ് ഉണ്ടായ ആക്സിഡന്റ് എഫക്ട് ഡിസ്കിന് അകൽച്ച എന്ത് പറ്റുന്നത്? ഡോക്ടർ എന്താ പറയുക? ആയുർവേദത്തിൽ പോയി. ആയുർവേദത്തിൽ ആ ചികിത്സിച്ച പക്ഷെ പോയിട്ടും കുറവൊന്നുമില്ലായിരുന്നു. പക്ഷെ നിറവുള്ള കർത്താവ് നമ്മുടെ 10 വർഷം കൊണ്ടുനടന്ന ഭാരം, ഷോൾഡർ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പുണ്ടായ പ്രയാസം, ശരീരത്തിനകത്ത് ശാരീരികമായ അതുപോലെ പ്രയാസമായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചും തനിക്ക് ഇരിക്കാനും നിൽക്കാനും വെയിറ്റ് എടുക്കാനും കഴിയുന്നു. ഒരാഴ്ച കൊണ്ട് എന്തോ തോന്നി ഇപ്പൊ ജോലിക്ക് പോയാൽ ആൾ ആക്റ്റീവാണ്. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ പഠിപ്പിച്ചാണോ തൊട്ടത്? എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്. സന്തോഷമാവുന്നത് നല്ലൊരു കാര്യം. 10 വർഷം മുമ്പ് ഓട്ടോ ആക്സിഡന്റ് ഉണ്ടായി. ഡിസ്ക് അകന്നു. ആ ഡിസ്കുമായി ബന്ധപ്പെട്ട് ആയുർവേദത്തിൽ പോയി മരുന്ന് മേടിച്ചു, ട്രീറ്റ്മെന്റ് ചെയ്തു. എന്നിട്ടൊന്നും മാറ്റമില്ലായിരുന്നു. പക്ഷെ ആരാധനയിൽ വന്നിരുന്നു. കർത്താവായ യേശു തൊട്ട് പൂർണ്ണ സൗഖ്യമായി. ഇതേ മാനത്തോട് ആരെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അമ്പച്ചൻ തൊട്ട കർത്താവിന് കരം